Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. കൂടെയുണ്ട് RJ തുഷാര. നമ്മുടെ കൂടെ ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത് റൈറ്റർ ഡയറക്ടർ അഖിൽ അനിൽകുമാർ ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. താങ്ക് യു സോ മച്ച്. അഖിൽ, ഫസ്റ്റ്ലി ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. തലവര ഭയങ്കര ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ പേഴ്സണലി ഫോർ യു ആസ് എ ഫിലിം മേക്കർ ഒരു സ്പാർക്ക് ചെയ്തതിന്റെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു റീസൺ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആക്ച്വലി നമ്മളൊരു ബോഡി ഷേമിംഗ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നടക്കുന്ന ഒരു കഥ ഞാൻ അതിന്റെ പ്രൊഡ്യൂസറായ ഷെബിൻ ബക്കറിനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ഷെബിന് അപ്പൊ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു ലുക്കായിരുന്നു, ഒരു പർട്ടിക്കുലർ ലുക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഷെബിനക്ക് പറഞ്ഞു, എടാ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉള്ള ഒരാളെ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും, വേറെന്തെങ്കിലും ഓപ്ഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ ഷെബിനക്ക് എപ്പോഴും കുറെ കഥകൾ ഇങ്ങനെ പറയും. അപ്പൊ ഷെബിനക്ക് ഇങ്ങനെ കുറെ റെഫറൻസുകൾ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞിക്കൂനൻ അതിലൊക്കെ ചെയ്തിരിക്കുന്ന അങ്ങനെ പഴയ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. സോ ദെൻ ഞാനിങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു വിറ്റ്ലിഗുള്ളൊരു പയ്യനെ ഞാൻ കണ്ടു. അപ്പൊ ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ വിറ്റ്ലിഗുള്ള ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അത്ര കോൺഷ്യസ്ലി ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അതിന് പാണ്ടാണ്, വെള്ളപ്പാണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഐ മീൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ പയ്യനായിട്ട് സംസാരിച്ചപ്പോ അവൻ ഭയങ്കര കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. അവന്റെ അമ്മ ഉണ്ടായിരുന്നു, അവൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ക്ലാസ്സിലൊക്കെ, എങ്ങനെയാണ് അപ്രോച്ച്, പിള്ളേരൊക്കെ അപ്രോച്ച് എങ്ങനെയാ ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല എന്നാരും കളിയാക്കുന്നില്ല, ഞാൻ എല്ലാവരും തിരിച്ചാണ് കളിയാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര വർക്കായി. നമ്മളെപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകളുള്ള ആളുകൾ നമ്മൾ ഭയങ്കര സിമ്പതിയോടുകൂടി കാണുന്ന സമയത്ത് അവരും അങ്ങനെയല്ല ആ പുള്ളിക്കാരന്റെ അടുത്ത് അവന്റെ ചുറ്റുപാടിലുള്ള ആളുകൾ ബിഹേവ് ചെയ്തിരിക്കുന്നതും അവൻ തിരിച്ച് ബിഹേവ് ചെയ്യുന്നതും. ഓക്കെ, ആ കോൺഫിഡൻസ് ഭയങ്കര രസമായതുകൊണ്ട് ഞാൻ ഷെബിനികാന്ത് പോയിട്ട് ഷെബിനികാന്ത് നമ്മളിങ്ങനെ പാണ്ടുള്ള ഒരാളെ പഠിക്കാം, പാണ്ട കുൻഫു പാണ്ടന്റെ റെഫറൻസ് വെച്ച് നമുക്ക് പോവാം. അപ്പൊ ഷെബിനിക്ക് ഭയങ്കര ചാർജായി, എടാ അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഷെബിനിക്ക് കുറെ ഐഡിയാസ് ഇങ്ങോട്ട് തരാൻ തുടങ്ങി. ഇതിന്റെ പ്രൊഡ്യൂസറാണ് ഷെബിൻ ബക്കർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ് ഷെബിൻ ബക്കർ. അങ്ങനെയാണ് നമ്മളിങ്ങനെ വിറ്റ്ലിഗോ വെച്ചിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതും. ദെൻ ആ സ്ക്രിപ്റ്റ് കുറെ മാറാൻ തുടങ്ങി. അതൊരു 3 years ഓഫ് പ്രോസസ് ഉണ്ടായിരുന്നു. പിന്നെ മഹേഷേട്ടൻ ജോയിൻ ചെയ്യുന്നു, നമ്മുടെ ടീമിലെ ആളുകൾ വരുന്നു. അങ്ങനെ നമ്മൾ കുറെ എഴുതി ഇതിന്റെ. കാരണം ഇത് എഴുതുന്നത് ഇത്തിരി ടഫാണ്, കാരണം പറയുന്ന കാര്യം ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇങ്ങനെയുള്ള ആളുകളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പാടില്ല, എന്നാൽ ഇതിൽ ഓവർ നമ്മൾ സിമ്പതി കളിക്കാനും പാടില്ല. അതൊരു ഫണ്ണായിട്ട് സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവണം. അപ്പൊ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉള്ളവർക്കും ഇത് കണക്ഷൻ കിട്ടണം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലാണ് ഇത് ഫുള്ള് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ കോ റൈറ്ററായ അപ്പു ഉണ്ട്. അപ്പൊ ഞാനും അവനും ഡിസ്കസ് ചെയ്യുന്നു, ഷെബിനിക്ക് മഹേഷേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രോജക്ട് ഓൺ ആവുന്നത്. പിന്നെ അർജുൻ ജോയിൻ ചെയ്യുന്നു. സോ ഒരു ടോട്ടൽ ഒരു ടീം വർക്ക് ഇതില് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെയാണ്. അതെ, തീർച്ചയായും ആ ഒരു ടീം എന്നാണ് ഒരു സിനിമ ഉണ്ടാവുന്നത് ഞാൻ എപ്പോഴും കരുതുന്നു. അപ്പോ അതിനുവേണ്ടി എല്ലാവരും നിന്നിട്ടുണ്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും നല്ലപോലെ നിന്നിട്ടുണ്ട്. അഖിൽ നേരത്തെ പറഞ്ഞു, എഴുതുന്ന സമയത്തും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറെ ഡിസിഷൻസ് എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കോൺഷ്യസ് ആയിട്ടാണ് എഴുതിയതെന്ന് പറഞ്ഞു. ഈ ഒരു റെസ്പോൺസ്, ഇത്രയും റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നു? എനിക്ക് ആക്ച്വലി പടം ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് മേക്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോ ഇതിന്റെ വേറെ ഫാക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുള്ള 2 വിഷയം, ഒന്ന് ഇതിന്റെ എഴുത്തിനെ കുറിച്ച് സംസാരിക്കും, ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കും, എസ്പെഷ്യലി അർജുന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 3 ഇതിന്റെ മ്യൂസിക് സംസാരിക്കും. കാരണം നമ്മളിത് എഴുതി പോകുന്ന സമയത്ത് തന്നെ ഇത് മ്യൂസിക് റെഫറൻസുകളും മ്യൂസിക്കും കണ്ടിട്ടാണ് എഴുതി പോകുന്നത്. ഇന്ന സ്ഥലത്ത് നമ്മൾ മ്യൂസിക് പോയിന്റ്സ് കണ്ടിട്ടുണ്ട്. സോ ഇലക്ട്രോണിക്കലി ജോയിൻ ചെയ്തപ്പോ ഈ പോയിന്റ്സ് എല്ലാം അവൻ ഒരു എലവേഷൻ തന്നിരുന്നു. അപ്പോ അവിടുന്ന് എനിക്ക് ഭയങ്കര ഹൈ ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ അർജുൻ ആക്ടേഴ്സ് എല്ലാവരുള്ള ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ തലവരെ മാറുമോ എന്നാണ് ആ ഗ്രൂപ്പിന്റെ ക്ലൈമാക്സ് മ്യൂസിക് കാണുന്നത് വരെ, അതായത് ലാസ്റ്റ് റീല് നമ്മൾ കാണുന്നവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിന്റെ പേര് അതായിരുന്നു, തലവരെ മാറുമോ എന്ന് വേണ്ട. സോ ഞാൻ കിളീന്റെ അവിടെ പോയി, നമ്മൾ ആദ്യം ഒരു മ്യൂസിക് ചെയ്തു. അപ്പൊ അത് ഒന്നുകൂടെ ബൗൺസ് ചെയ്ത് അടിപൊളിയാക്കാന്ന് കിളി പറയുകയും പിന്നെ മഹേഷേട്ടനൊക്കെ എടാ അത് വേറെ രീതി പിടിച്ച അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിളീന്റെ അവിടെ പോയിട്ട് ഈ മ്യൂസിക് കേട്ടു. നൈറ്റാ കേൾക്കുന്നത്.
സോ നൈറ്റ് കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും ഗ്രൂപ്പിന്റെ പേര് മാറ്റി, തലവരെ മാറും ഞാൻ അത്രേ പറഞ്ഞല്ലോ. അപ്പൊ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. സോ എനിക്ക് ഈ 3 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കുന്ന ഉറപ്പായിരുന്നു, റൈറ്റിംഗും ആക്ടിങ്ങും മ്യൂസിക്കും. ബാക്കിയെല്ലാം പിന്നെ ബോണസാ. കാരണം അതിലെല്ലാം അത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം മ്യൂസിക്കിൽ അത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, ആക്ടിങ്ങിൽ അത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സും നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവർക്ക് നമ്മുടെ എന്താണ് ഐഡിയ മനസ്സിലാവുന്നു, നമ്മൾ പറയുന്നത് കേട്ട് അവരെന്നെ ഒരു സാധനം കൊണ്ടു തന്ന്, അല്ലെങ്കിൽ അവരതിനെ വേറെ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര രസമായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. സോ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സമ്പന്നനാണ് ഈ സിനിമയില്. അങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അടിപൊളി. നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, അതിൽ അഖിൽ പറഞ്ഞ ഉത്തരം ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനെയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അതായത് തലവര എന്ന സിനിമ ഡെഫിനറ്റ്ലി കാണേണ്ട ഒരു 3 റീസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമെന്നായിരുന്നു ചോദിക്കാൻ വന്നത്. ഇപ്പൊ നമ്മുടെ കഥ സ്ക്രീനിൽ കാണുന്നു, അത് കണ്ട് ബാക്കിയുള്ള ആളുകൾ ചിയറാവുന്ന സമയത്താണല്ലോ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഫിലിമിലേക്ക് ഒരു കണക്ഷൻ വരുന്നത്. ഒരു സ്പോർട്സ് പേഴ്സന്റെ കഥ പറയുന്നു, അത് സ്പോർട്സ് പേഴ്സണ് മാത്രം കണക്ട് ആയിട്ട് കാര്യമില്ല. അയാളുടെ വിഷമം സാധാരണ മനുഷ്യന്മാർക്കും ഇപ്പൊ സ്പോർട്സിൽ ഇല്ലാത്തവർക്കും കിട്ടണം. അത് ഏതെങ്കിലും രീതിയിൽ ഒരു കണക്ഷൻ വരണം. അപ്പോ തലവര അങ്ങനെ കണക്ട് ആവും. നമുക്കെല്ലാം നമുക്കിത് ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് ഈ ഫണ്ട് വർക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് ആ സിനിമ വന്നിരിക്കുന്നത് ഞാൻ കരുതുന്നത്. ഡെഫിനറ്റ്ലി. അഖിൽ, ഈ വന്ന കോംപ്ലിമെന്റ്സിൽ നിന്നും ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അത് ആരിൽ നിന്നുമായിരുന്നു? പടം നമ്മള് വിറ്റ്ലിഗോ ബേസ് ചെയ്തിട്ട് ഒരു സിനിമയാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വഴി വിറ്റ്ലിഗോ ഉള്ളൊരു പയ്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് നേരിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ അവൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അതിന്റെ പ്രൊജക്ട് എന്തായി, അതെന്തായി, ഇതെന്തായി, അത് അപ്പൊ ഫസ്റ്റ് ലുക്ക് വന്നു. ഫസ്റ്റ് ലുക്ക് വന്നപ്പോ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്റെ ചുറ്റുമുള്ള ആളുകൾക്കും എന്റെ ടീമുകൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു പടം ആവശ്യമുള്ളതാണെന്നൊക്കെ പണ്ട് ഇങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ ഫസ്റ്റ് ലുക്ക് ഒക്കെ വരുമ്പോഴും ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു എന്താ പറയാ കുറച്ചും കൂടെ കമേഴ്ഷ്യൽ മൂവി അല്ല, ലൈക്ക് വേറൊരു ആംഗിളിലായിരിക്കും ഇത് പോകുന്നത് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ സോങ്സും പരിപാടിയും കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ വന്ന് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ഞങ്ങളൊരു പ്രൊമോഷൻ പോകുന്ന സമയത്ത് എന്നെ ഒരു പയ്യൻ വിളിച്ചു തൃശ്ശൂരിന്ന്. എനിക്കത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു ആ പരിപാടി. കാരണം അവൻ പറയുന്നത്, ചേട്ടാ ഞാൻ ഓട്ടോ ഡ്രൈവറാ, ചേട്ടാ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എന്നൊരു എന്റെ ഒരു ലവർ എന്നെ വിട്ടിട്ട് പോയിട്ടുണ്ട്, ചേട്ടൻ എന്റെ ലൈഫ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതോ. സോ ആ പരിപാടി എനിക്ക് ഭയങ്കര ഹൈ ആയ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അവനെ പേഴ്സണലി അറിയത്തില്ല. ഇപ്പൊ ഞാൻ മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയാണ്, ഇപ്പൊ ആളുകൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇത് വർക്കായി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് അറിയാത്തൊരു പയ്യൻ എന്നെ വിളിച്ചിട്ട് എന്റെ ആർട്ട് കണ്ടിട്ട് ഇത് എന്റെ ലൈഫാണ് ചേട്ടൻ അത് രസമായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മൊമെന്റിൽ എനിക്കത് ഭയങ്കര ഹൈ ആയിരുന്നു. പിന്നെ 96ന്റെ ഡയറക്ടർ പ്രേം സാറിന് നമ്മൾ പടം കാണിച്ചിട്ടുണ്ടായിരുന്നു. സാർക്ക് നമ്മൾ പടം അയച്ചു കൊടുത്തു. ഞാനൊരു 1 വീക്ക് സാറ് കണ്ടില്ല. പിന്നെ ഞാൻ സാറിനെ ഫോളോ അപ്പ് ചെയ്ത് ഒരു ദിവസം രാത്രി 10 മണിയാകുമ്പോൾ പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചു, ഐ എം വാച്ചിങ് യുവർ മൂവി എന്ന് പറഞ്ഞു. സോ ഞാൻ 10 മണിക്ക് കിടന്ന് ഉറങ്ങും. ആക്ച്വലി എനിക്ക് ഞാൻ ഉറങ്ങും, എന്ത് കാര്യമാണെങ്കിൽ ഞാൻ ഉറങ്ങും. അങ്ങനെ ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ഇരുന്നു, സാറിന്റെ പടം കഴിയുന്നവര് ഞാൻ 12 മണിയാകുമ്പോൾ സാറിനെ വിളിച്ചിട്ട് കുറെ നേരം സംസാരിച്ചു. എന്റെ വയസ്സ് ചോദിക്കുന്നു, ഇത് ഫസ്റ്റ് പടമാണോ അല്ല എന്റെ മൂന്നാമത്തെ പടമാണോ എന്ന് പറയുമ്പോൾ പുള്ളി എക്സൈറ്റഡ് ആവുന്നു. അങ്ങനെ പുള്ളി അർജുനെ കുറിച്ച് ഭയങ്കര രസമായിട്ട് അർജുനെ പുള്ളി വിളിച്ചു. സോ പുള്ളി നേരിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് അതൊക്കെ ആയിരുന്നു ഭയങ്കര റെസ്പോൺസ്. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടം ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് ഹാപ്പി ആവുക എന്നുള്ളത്. മഹേഷേട്ടൻ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചു, എടാ ഓക്കെയാണ് പടം ഓക്കെയാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു. തലവരെ മാറിക്കഴിഞ്ഞു എന്നൊക്കെ. അടിപൊളി. ഓക്കെ, അമേസിംഗ്. ഇപ്പൊ ഈ ഒരു സിനിമ എഴുതുന്ന സമയത്ത് തന്നെ അർജുൻ അശോകൻ എന്ന ഈ ഒരു ആക്ടർ ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്, അതോ ഇറ്റ് ഇവൻച്വലി ഹാപ്പൻ ചെയ്തൊരു കാര്യമായിരുന്നോ? നമ്മൾ ഇനീഷ്യലി നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റൈലിൽ നമ്മൾ ക്യാരക്ടറോ അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയി പിച്ച് ചെയ്യാം എന്നൊരു പ്ലാനിലല്ല എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ അയാൾക്ക് വേണ്ടി ഷേപ്പ് ചെയ്ത് കുറെ സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ ചുരുക്കി കളയും ചിലപ്പോ എന്റെ ഒരു റൈറ്റിംഗ് രീതിയില്. അപ്പൊ അപ്പവും ഞാനും അത് എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടില്ല. പക്ഷേ ഷെബിനിക്കാണ് എന്റെ അടുത്ത് പറയുന്നത്, എടാ അത് അർജുനത്ത് പോയി പറയണം, അർജുൻ ഇത് പരിപാടി. ഷെബിനിക്ക് അത് മുന്നേ കണ്ടിരുന്നത് അർജുന് സെറ്റ് ആവുന്നു, കാരണം അവര് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുന്റെ അടുത്ത് പോയി പറയുന്ന മൊമെന്റിൽ ഞാൻ അർജുനെ കണ്ടിട്ടാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിന് എനിക്ക് ഒന്നും ചുരുക്കേണ്ടി വരില്ല, കാരണം ഈ പുള്ളി സെറ്റാണ്. കാരണം നമ്മൾ എഴുതുമ്പോ എഴുത്താണല്ലോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബഡ്ജറ്റോ അല്ലെങ്കിൽ ഇത് ഇത്ര ബഡ്ജറ്റ് ആവും ഇവിടെ ചുരുക്കാം
അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിച്ചാൽ റെസ്ട്രിക്റ്റഡ് ആയി പോകും. സോ അർജുന്റെ അടുത്ത് ഒരു 39th ഡ്രാഫ്റ്റ് അർജുനോട് പറയുന്നത്. അപ്പോഴേ സെറ്റായി, അർജുൻ സെറ്റായി. പിന്നെ അർജുൻ ഫുൾ ത്രൂ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ഈ തലവര എന്ന സിനിമയിൽ അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അമേസിംഗ് ടീം ഓഫ് ആക്ടേഴ്സ് ആണ്. ഇപ്പം ജ്യോതിഷ് അല്ലെ പാണ്ഡ എന്ന ഈ ഒരു കഥാപാത്രം അല്ലാണ്ട് ഫോർ യു പേഴ്സണലി റിലേറ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത മറ്റൊരു കഥാപാത്രം ഏതായിരിക്കും? എനിക്ക് ശരത് സഭ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, ഗണേഷ് എന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണൽ ഫേവറേറ്റാ. അത് എഴുതുമ്പോഴും ഉണ്ട്, അയ്യോ ഇയാൾ എന്തൊരു പാവോ, ഇയാളുടെ ഒരു അവസ്ഥ എന്തുവാ. അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് ശരത്ത് കോസ്റ്റ്യൂം ഡിസൈനർ പക്ഷേ കോസ്റ്റ്യൂം കൊടുത്ത അയാൾ ഇട്ട് എന്റെ ഫ്രണ്ടിക്ക് വന്ന് നിൽക്കുന്ന മൊമെന്റ് ഞാൻ പറഞ്ഞു ക്യൂട്ട് ക്യൂട്ട്. അപ്പൊ ആ ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മറ്റേ വിഷ്ണു രഘു അവതരിപ്പിച്ച സുധീഷ് എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുധീഷിന്റെ ക്യാരക്ടർ, മറ്റുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ് നമ്മൾ ഡയറക്ട് ചെയ്യുമ്പോഴും എല്ലാം, പക്ഷെ അതെനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എഴുതുന്ന സമയത്ത് കുറെ കോൺഷ്യസ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ എഴുതുന്നത്. നേരെ ഇത് ഡയറക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇപ്പൊ ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കലി ആണെങ്കിലും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ചാലഞ്ചിങ് അല്ലെങ്കിൽ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സീൻ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അത്? ഞാൻ ഈസിയായി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ടഫ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട്. അതേതാണ്? അത് ആ ഡമ്മി വണ്ടിന്ന് വീഴുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചു അത് ഫൈറ്റ് മാസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് ശരത്ത് വണ്ടി ഓടിച്ച് വീഴാതെ അർജുനെ കയറി ഇടിച്ചു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ റിലേ പോയി ആക്ച്വലി. കാരണം ഞാൻ ഓൺ സ്ക്രീനിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക അർജുനെ വണ്ടി ഇടിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി അയാൾക്ക് എന്തോ പറ്റി. പക്ഷെ അർജുൻ ചാടി അടിച്ച് പൊടിയൊക്കെ തട്ടി ആ ഷോട്ട് പോവാ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ആക്സിഡന്റ് വീഡിയോസ് ഒന്നും കാണൂല. എനിക്ക് ഈ ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഇത് കണ്ടപ്പോ എന്റെ റിലേ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഞാൻ മരണ വീടുകളിൽ പോകാറില്ല. എനിക്ക് മരണ വീടുകളിലെ സ്മെല്ല്, കരച്ചില്, ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു സീൻ ഉണ്ട്. ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആലോചിച്ച് ഞാൻ മാക്സിമം പറഞ്ഞു ഇത് ലാസ്റ്റ് വെക്കാം. പക്ഷെ അങ്ങനെ പറ്റത്തില്ല, കാരണം ആ ലൊക്കേഷൻ നമുക്ക് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് അത് കേറി വന്നു. പക്ഷെ അത് ഈസിയായി ഷൂട്ട് ചെയ്തു പോയി. കാരണം ആർട്ടിസ്റ്റിന്റെ അടുത്ത് കരയണം, അപ്പൊ ഇതാണ് ഇമോഷൻ, ഇങ്ങനെ കരയണം. പക്ഷെ അത് അതാണ് ആ ക്രൂവും ആ ആർട്ടിസ്റ്റുകളും എന്നെ കംഫർട്ട് ആക്കി. അവർക്ക് മനസ്സിലായി ഇവന് പണിയാണ്, പ്രശ്നമാണ്, നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം അവർക്ക് മനസ്സിലായി അവിടെ. അതെ അതെ. അവിടെയൊക്കെ അശോകൻ ചേട്ടൻ വന്നൊരു കരയുന്നൊരു സീനുണ്ട്. ആ ഒറ്റ ഷോട്ടാ, പുള്ളി വന്ന് ഞാൻ കട്ടയെ വിളിക്കുന്നില്ല, ഞാൻ പുള്ളി കരയുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു മനുഷ്യന് കരയാൻ പറ്റുന്നു. അങ്ങനെ അതേപോലെ തന്നെ ഫ്രഷർ ആതിര അവിടെ ലിറ്ററലി അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചു ഇനി ഫ്രഷർ ആയതുകൊണ്ട് ഇനി കുറച്ച്, കാരണം ഇമോഷൻസ് കൊണ്ടുപോകാനുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പരിപാടി. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവും വിചാരിച്ചു. പക്ഷെ അവിടെ അവളും അതാ വേണം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും ഒരു ബിഗിനറും ഞെട്ടിച്ച സീനാണ്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയാണ്. അഖിലും മറ്റേ മനസ്സിലായി ഇനിയിപ്പോ അടുത്ത ഷോട്ട് പോണായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോ പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അവിടുത്തെ പരിപാടികള്. തലവര എന്ന് പറയുന്ന ഈ ഒരു സിനിമ ആസ് എ ഡയറക്ടർ താങ്കളെ പഠിപ്പിച്ച ഒരു കാര്യം എന്തായിരിക്കും? പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് തന്നെ നന്നായിട്ട് എഴുതുക. നമ്മൾ വേറെ ഒന്നിനും സമയം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോ ഈവൻ നമ്മുടെ ഷോട്ട് ഭംഗിയായില്ല, അല്ലെങ്കിൽ ഷോട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാലും, കണ്ടിന്യൂറ്റി പ്രശ്നം വന്നെന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല ഇമോഷൻ ആളുകൾക്ക് കിട്ടുകയാണെങ്കിൽ, എഴുത്തിൽ ആളുകൾ ഇന്നാണെങ്കിൽ, എത്ര മോശം ചിത്രീകരിച്ചാലും ഒരുവിധ സിനിമയ്ക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അത് ആ എഴുത്തിന്റെ ബലത്തിലാണ് അത് നിൽക്കുന്നത്. കാരണം ബേസ്മെന്റ് സ്ട്രോങ് ആയാൽ ബാക്കി എല്ലാം സ്ട്രോങ് ആയിരിക്കും. കാരണം ബേസ്മെന്റിന് താഴെ പൊട്ടിയ സാധനം പോകത്തില്ല. അതിനു മുമ്പ് എത്ര പേരെ ബിൽഡ് ചെയ്തിട്ട് ഞാൻ അന്യായ മേക്കിംഗ് കൊടുത്തു അല്ലെങ്കിൽ അന്യായ മ്യൂസിക് കൊടുത്തിട്ടും കാര്യമില്ല. ഇത് എന്തിന് എന്ന് ഓഡിയൻസ് ചിന്തിച്ചാൽ അവിടെ തീർന്നു ഈ സിനിമ. അപ്പോ അത് സെറ്റ് ചെയ്യുക എന്ന് ഞാൻ ശരിക്കും തലവരയിൽ കൂടെ അല്ല ഞാൻ പഠിച്ചത്, തലവരയിൽ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയെന്നുള്ള അതെന്റെ മുമ്പത്തെ സിനിമേന്റെ എക്സ്പീരിയൻസാ. അതാവരുത്, നല്ല റൈറ്റിംഗ് ഉണ്ടാവണം. പിന്നെ ഈ തലവരയിലേക്ക് വന്നപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം, ഒരു നല്ല അടുത്ത സിനിമ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ച റിലീസ് ഡേറ്റ്, പ്രൊമോഷൻസ്, അത് എങ്ങനെ ഉണ്ടാവണം. നമ്മള് ക്വിക്കായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പർ റിലീസ് ഡേറ്റ്, ഇപ്പൊ റിലീസ് ആവുന്ന ദിവസമല്ല, റിലീസ് ആയി കഴിഞ്ഞുള്ള 2 ആഴ്ചകളിൽ ഏതൊക്കെ പടം വരുന്നു, അത് നമ്മളെ ബാധിക്കുമോ? ഓക്കെ, ഇനി പ്രൊമോഷൻ എന്താണ് പുതുതായി കാണിക്കാൻ പറ്റുക, അപ്പൊ എങ്ങനെ ആളുകളെ തിയേറ്ററിലേക്ക് ഇന്നാക്കാം എന്നൊക്കെയാണ് ഞാൻ
ഇതിന്ന് പഠിച്ചൊക്കെ സംഭവം. അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കണം. അതിനോടൊപ്പം തന്നെ ലെറ്റ് മീ ഓൾസോ ആസ്ക് യു വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ആണ് ഇനി പറയാൻ ആസ് എ ഫിലിം മേക്കർ, ആസ് എ റൈറ്റർ അഖിൽ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇനി പറഞ്ഞ കഥകൾ വീണ്ടും പറയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അർച്ചനയുടെ മേക്കിംഗ് ആയിരുന്നില്ല ഞാൻ സെക്കൻഡ് ഫ്രീഡം ഫൈറ്റിലെ ഗീതു അൻചൈൻഡിന് ചെയ്തത്. ഗീതു അൻചൈൻഡിന്റെ മേക്കിംഗ് അവിടുത്തെ തലവര എന്നുണ്ടായിരുന്നു. ഇനി തലവരയും ഇത് മൂന്നും അവിടുത്തെ അടുത്ത പടം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരേ പാറ്റേണിൽ പൂവെഴുത്, എന്നാൽ ഇത് കമേഴ്ഷ്യലി ആളുകൾക്ക് എത്തിക്കണം. കാരണം പരീക്ഷണ പടങ്ങളായിട്ട് മാറരുത് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പ്രോജക്റ്റുകൾ ഉണ്ടോ? എഴുത്തിലാണ്, ആക്ച്വലി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് അച്ചീവ് ആവുന്നേ ഉള്ളൂ. അച്ചീവ് ആയ ഒരു ആർട്ടിസ്റ്റ് അടുത്ത് പോയി പറഞ്ഞാലേ നമുക്കത് പുറത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ത്രെഡിലേക്ക് ഇന്നായിട്ടില്ല എപ്പോഴും. ഞാൻ ആക്ച്വലി ഇപ്പോഴും തലവരേന്റെ പരിപാടികളും കാണാൻ അതിന്റെ OTT റിലീസ് വരുന്നുണ്ട്. തലവരെ തന്നെ ഇങ്ങനെ നിന്നോണ്ടിരിക്കും. ഓൾറൈറ്റ് അഖിൽ, എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, റൈറ്റർ ഡയറക്ടർ അഖിൽ അനിൽകുമാർ ആയിരുന്നു ഇത്ര നേരം നമ്മുടെ കൂടെ കുറേയധികം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. തലവര എന്ന സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. ഇനി ഇതുപോലെ അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഓസം ആൻഡ് സ്റ്റേ ട്യൂൺ ടു റേഡിയോ മലയാളം 98.6 Qatar's #1 റേഡിയോ സ്റ്റേഷൻ.